സ്നേഹമുണ്ടോ? ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ? ഓർമ്മിക്കുവാനുള്ള സ്നേഹമുണ്ടോ? ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ? ഓർമ്മതൻ തണലിൽ ചാരിക്കിടക്കുന്ന ബാല്യത്തിലേക്കൊരു നോട്ടമുണ്ടോ? പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ? പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ? മണിമുഴങ്ങും സ്കൂൾ മുറ്റത്തിന്നൊരു മഴവില്ലഴകുള്ള ഓർമ്മകൾ പെയ്യുന്നു. അക്ഷരങ്ങൾ തന്മാമൃതൂറുമീണം അമ്മ മലയാളമായി നെഞ്ചിൽ നിറയുന്നു. മണിമുഴങ്ങും അക്ഷരം കുറിച്ചൊരു ആദ്യാക്ഷരമുറ്റം മറന്നിടുമോ? ഗുരുവിന്റെ വാത്സല്യ ദീപ്തി വന്ദിക്കുന്നു. ആ വിശുദ്ധ ബന്ധം തൻ ആഴമറിയുന്നു. മണിമുഴങ്ങും അമ്മ മലയാളം എന്നും നിറയും. അമ്മ മലയാളം മണിമുഴങ്ങും ഉച്ചവെയിലിൽ പങ്കുവെച്ചോരാ ചോറ്റുപാത്രവും ഇടവേളകളിൽ ഉതിർന്ന കുഞ്ഞു ചിരികളും. മഴയത്തു തുഴഞ്ഞ കടലാസു തോണിയും ഇന്നുമെൻ മനസ്സിൽ തങ്ങി നിൽക്കൂ. ഒന്നിച്ചു നടന്നു തീർത്ത വഴികളിൽ മായാത്ത സൗഹൃദപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കൂ. മണിമുഴങ്ങും അമ്മ തൻ നെഞ്ചിലെ താരാട്ടുപോലെ ആത്മാവിലലിയുന്ന മധുരമാം മലയാളം. സ്കൂൾ കാലത്തിന്റെ മധുര സ്മരണകൾ ലോകം മുഴുവൻ സുഖം പകരാനായി മണിമുഴങ്ങും ഓർമ്മത്താളുകൾ നെഞ്ചിൽ നിറയും. ഓർമ്മത്താളുകൾ അമ്മ മലയാളം എന്നും നിറയും. പലർക്കും ലാസ്റ്റ് ബെഞ്ച് വന്നിട്ട് അത് കറക്റ്റായിട്ട് അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. എല്ലാ കേന്ദ്രന്മാരും പാക്കിൽ തന്നെ ഉണ്ട്.
വഴി തെളിക്കാനായിട്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ച കാരണം നമുക്കൊരു എക്സ്ക്യൂസ് കൊടുക്കാം. നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ വേണ്ടി അവർ നന്നായി എന്ന് പറഞ്ഞ കള്ളത്തരം പറയാൻ പറ്റിയ ദിവസമാണ്. നമ്മുടെ ജോർജൂട്ടി മുതൽ ഇങ്ങോട്ട് എല്ലാവരും നമ്മൾ പറയാമോ? സൗഹൃദങ്ങളുടെ പടികൾ തുറക്കുന്നു, എന്റെ സ്കൂളിന്റെ മുറ്റം വിളിക്കുന്നു, എന്റെ കൂട്ടുകാരുടെ ചിരി കേൾക്കുന്നു, കാലം പോലും ഇവിടെ നിൽക്കുന്നു. പഴയ ബെഞ്ചിൻ ചൂടും ഓർമ്മയും പേടികളല്ല ഒരു പുഞ്ചിരി മാത്രം, ചെറിയ വഴക്കുകളും വലിയ സ്നേഹവും ഇന്നലെ പോലെ വീണ്ടും വരുന്നു. പിന്നെ ഹൃദയം നിറയും, പറയാൻ വാക്കില്ല. ഇന്ന് ഞങ്ങളുടെ ദിവസം, ഇന്ന് ഞങ്ങളുടെ ദിവസം, ഒന്ന് ചേർന്ന് നിൽക്കാം. പിന്നെ ഇപ്പൊ മുച്ചിലേക്ക് വരാൻ പറ്റത്തില്ലേ, സ്കൂളിൽ പഠിച്ച് ആ ബാച്ചിലുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും അത് ഫസ്റ്റത്തെ ഒരു സീസൺ 1 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ ഒരുപാട് വന്നിട്ടില്ല. പക്ഷെ ഇതിൽ ഒരുപാട് എത്ര തരത്തിന്റെ ഇടയിലും സഹകരിക്കുന്ന കൂട്ടുകാരുണ്ട് ഈ ഗ്രൂപ്പില്. അതോട് ഒരുപാട് സന്തോഷം കിട്ടാം. എല്ലാവർക്കും തിരക്കുകളാണ്, എനിക്കും തിരക്കേണ്ടിയാണ്. പക്ഷെ എന്നാലും അവരിത് ഇത്രയും ദിവസം ഒരുപാട് നന്നായി ശ്രമിച്ച് ഗ്രൂപ്പ് കൊണ്ടുപോകാന് ഒരുപാട് സന്തോഷം. ഞാൻ ചങ്ങരക്കുളത്താണ് താമസിക്കുന്നത്. കണ്ടപ്പോ കരുതി ഇത് ഈ ഹിമ തന്നെയാണ്. കാരണം കുറച്ച് ഒതുങ്ങി കൂടി എന്ന കുട്ടിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് പറയാനും കഴിയില്ല. ഇവിടെ വരാൻ പറ്റിയത് എല്ലാവരും കാണാൻ പറ്റിയത് തലപ്പുഴയാണ്. ഇന്ന് ഞങ്ങളുടെ ദിവസം, വളരെ സന്തോഷം. എൻ്റെ പേര് ഭാഗ്യേഷ്. ഇവിടെ അപ്പൊ പുതിയ പിള്ളേരെ എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം എന്നത് ഭയങ്കര ടാസ്ക് ആണ് നമുക്ക്. അപ്പോൾ പണ്ട് പഠിച്ചപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു കുടുംബസംഘം മാറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ ഓടി വന്നിട്ട് ഒത്തിരിയേറെ എഫേർട്ട് എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു നല്ല അഭിനന്ദനം. ഞാനും മക്കളെ എമർജൻസി ആയിട്ട് 2 ആഴ്ച മുന്നേ വന്നതാണ്. അറിയുണ്ടാവും പോളിടെക് ഗ്രൂപ്പിലുണ്ട്. പിന്നെ രണ്ടാളാണ് മക്കളെ, രണ്ടാളും പെണ്ണും. ആള് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒരുപാട് താങ്ക്സ്. എന്റെ പേര് ഷിജി. സീസൺ 1 വരാൻ പറ്റിയില്ല. വേറെ പ്രോഗ്രാം എറണാകുളത്തുണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരും ഒരു വഴി തെളിയിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു നമസ്കാരം, എൻ്റെ പേര് ഐഷ. കുറെ പേർക്കൊക്കെ എന്നെ അറിയാൻ തോന്നുന്നു. പിന്നെ ഞാനിവിടെ 5 മുതൽ 10 വരെ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ എന്നോട് കൂടിയിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പൊ കുറെ വർഷത്തിന് ശേഷം കുറെ പേരെ കാണാൻ പറ്റിയപ്പോ വടക്കേക്കാണെന്ന് വരുമ്പോ അടുപ്പിച്ച് 2 ഹമ്പുണ്ട്. ആ 2 ഹമ്പും വരക്കേടിലാണ് ഞാൻ ചാടി കൊടുത്തത്. അപ്പൊ അവിടെ ഫോൺ വീട് പോയി. ചേച്ചി പൈസ കൊടുത്താൽ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അമ്മ ചേച്ചി വന്നു ഇപ്പൊ തന്നെ അവിടെ നിന്ന് എന്റെ ഫ്രണ്ട് അവിടെ ഉണ്ടോന്ന് കാണാൻ വേണ്ടി. ശരിക്കും എനിക്ക് ആ വഴി പോകണം അങ്ങനെ ആവശ്യം വരാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ റംഷീനെ അന്വേഷിച്ച് പോയ സംഭവം ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. തിരിച്ചു പോയി എനിക്ക് ഏകദേശം മനസ്സിലായി ആ ഹമ്പ്
ആദ്യമായി കൈപിടിച്ചക്ഷരം കുറിച്ചൊരു ആദ്യാക്ഷരമുറ്റം സ്നേഹത്താൽ നമ്മെ വഴി നടത്തും ഗുരുവിൻ്റെ വാത്സല്യദീപ്തി വന്ദിക്കും ആ വിശുദ്ധ എന്റെ പേര് സരിത. എന്റെ കല്യാണം അയച്ചോളൂ. എല്ലാവർക്കും അറിയുന്ന ഗ്രൂപ്പിൽ പിന്നെ എന്റെ കല്യാണം കഴിച്ചത് പൂക്കോരൊക്കെ. മഴയത്തു തുഴഞ്ഞ കടലാസു തോണിയും ഒന്നിച്ചു നടന്നു തീർത്ത വഴികൾ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ആളുകൾ എത്തിയിട്ടില്ല അല്ലേ. പടിപടിയായിട്ട് നിങ്ങളെ വീണ്ടും കാണട്ടെ, എല്ലാവരുമായിട്ടുള്ള ആ സന്തോഷം പങ്കിടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിത ടീച്ചറാണ്. എല്ലാവരെയും ഒന്നിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. ഇതിനു മുൻപും നിങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെന്നെ ഓർത്തതിലും നിങ്ങളെ വിളിച്ചതിലും എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. പല മേഖലകളിലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും തിരക്കുകളുള്ള ആൾക്കാരും ഇരിക്കും. എല്ലാവരും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി എല്ലാവരും എത്തിച്ചേർന്നു. നിങ്ങളുടെ സൗഹൃദം എല്ലായ്പ്പോഴും ഇതേപോലെ തന്നെ കൂടുതൽ മാറ്റോടുകൂടി ഇരിക്കട്ടെ. സൗഹൃദങ്ങളാണ് എല്ലാറ്റിലും അസെറ്റ് ആയിട്ടുള്ളത്. നിങ്ങളെ കാണാൻ പറ്റിയതിലും നിങ്ങളോടുകൂടി ചേരാൻ പറ്റിയതിലും ഉള്ള അതിയായ സന്തോഷം അറിയിക്കുന്നു. വിളിച്ചതിലും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോഴാണ് അത് മനസ്സിലായി. ഭാഗ്യേഷ് പറഞ്ഞപ്പോഴാണ് പ്രവാസികളും ഒപ്പം കാണുന്നുണ്ട് വിചാരിക്കണേ. അപ്പോൾ പെങ്ങാമുക്ക് ഹൈസ്കൂളിലത്തെ വിദ്യാർത്ഥികൾ എനിക്ക് തോന്നുന്നത് പ്രവാസികൾക്ക് സംസാരിക്കാൻ പറ്റും തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും പ്രവാസികളെ അവർ ലൈറ്റിൻ്റെ ഇഷ്യൂ എനിക്ക് തോന്നുന്നത് പിലിജോ ആണല്ലോ അത്. ഓക്കെ. അപ്പൊ എന്തായാലും പ്രവാസികളോട് ഒരു ലൈവ് ഇന്ററാക്ഷൻ ആയിക്കോട്ടെ. പ്രവാസികളെ കൂടെ 2 വാക്കുകൾ സംസാരിക്കും. നമ്മുടെ 2002 ബാച്ചിന്റെ എനിക്ക് തോന്നുന്നു 2002 ബാച്ച് ആണെന്നുണ്ട് ഇങ്ങനെ നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് ഒരു ലൈവ് ഇന്ററാക്ഷൻ. അതായത് പ്രവാസി വേറെ 2 സ്ഥലത്ത് നടക്കുന്നുണ്ട് അല്ലേ. 2 ആൾക്കാർ 2 പേരുണ്ട്. ഒന്ന് നമ്മളല്ലേ, ഷൈൻ ഫോട്ടോഗ്രാഫർ നമ്മളല്ലേ. ഓക്കെ, വിളിച്ചോ. ഞാൻ മൈക്ക് കൈമാറാം. കേൾക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഓൺലൈനായിട്ട് ഇങ്ങനെ ഒരു ലൈവ് ഇന്ററാക്ഷൻ സംസാരിച്ചിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും 2ാമത്തെ വർഷം നമുക്ക് കൂടാൻ പറ്റില്ല. ഇനിയും 10 പേരും കൂടി വരാനും കൂടെ ടൈം സോണിൽ വ്യത്യാസം കാരണമാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും 2002 ബാച്ചിന് എല്ലാവിധ ആശംസകളും. നമ്മുടെ റാഷിദൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര യൂട്യൂബ് ഷനജ ഭാഷ പറഞ്ഞ പോലെ നമ്മളധികം സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യമായി കൈപിടിച്ചക്ഷരം കുറിച്ചൊരു ആദ്യാക്ഷരമുറ്റം മറന്നിടുമോ. സ്നേഹത്താൽ നമ്മെ വഴി നടത്തും ഗുരുവിൻ്റെ വാത്സല്യദീപ്തി വന്ദിക്കുന്നു. ആ വിശുദ്ധ ബന്ധം തന്നാഴമറിയുന്നു. മണിമുഴങ്ങും ടീച്ചേഴ്സിനുള്ള ഉച്ചവെയിലിൽ പങ്കുവെച്ചൊരാ ചോറ്റുപാത്രവും
പഠിക്കുമ്പോൾ ഒരു ഫാൻ പോലും ഇല്ലല്ലോ. ഇപ്പൊ 4 ഫാൻ ഇട്ടാലാണ് കുട്ടികൾക്ക് കഴിഞ്ഞ 2 AC നമുക്ക് കാണുന്നുണ്ട്. ലാബിൽ AC വെച്ചിട്ടുണ്ട്. അത് എൻ്റെ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സ്കൈ സ്കൂൾ എന്നാണ് സന്തോഷം തന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും സന്തോഷം. കാരണം അവൻ്റെ കമ്പനി ചൈനീസ് കമ്പനിയാണ്. ആ കമ്പനിയുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് അവൻ പഠിച്ച വിദ്യാലയത്തിലേക്ക് അവർ സമ്മാനം തരിക. വളരെ സന്തോഷമുള്ള സംഗതിയാണ്. അത് അറിയിക്കുകയാണ്. നിങ്ങൾ തന്നിട്ടുള്ള വളരെ നന്ദി പറയുകയാണ്. ഇതിൽ ഒരു കറക്ഷൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ തരണം ഒരു ബുക്കുകളാകണമെങ്കിൽ വളരെ നന്നായി. അപ്പോൾ ഞങ്ങൾക്കത് ലൈബ്രറിയിലേക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേര് എഴുതിയിട്ട് കോൺട്രിബ്യൂഷൻ ആയിട്ട് നിങ്ങൾ അതിപ്പോൾ ഞാൻ പറയുന്നില്ല, നമ്മുടെ ഒരു ബുക്കുകളാവുകയാണെങ്കിൽ നമുക്ക് ലൈബ്രറി കുറച്ചുകൂടി നന്നാക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യം മനസ്സിൽ വെക്കുക. ടീച്ചർമാർക്ക് സമ്മാനം കൊടുക്കേണ്ട ഒപ്പം തന്നെ ഈ കൊടുക്കുന്ന താരം ഒരു ബുക്കായിട്ട്, കാരണം ഇത് കുറച്ച് ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതേ ബുക്കാവുമ്പോൾ അത് തലമുറകളിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാധിക്കും. അപ്പൊ അത് ഇനിയുള്ള വയസ്സക്കാർക്ക് കൂടിയിട്ട് ഒരു നിർദ്ദേശം പോയിട്ട് ഇറക്കുകയാണ്. എൻ്റെ ഈ നിർദ്ദേശമാണ്. സമ്മാനം തരണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ തരുന്ന സാധനം ഒരു ബുക്കാക്കി മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് ലൈബ്രറിയിലേക്ക് കൊടുക്കാനായിട്ട് വളരെ സാധിക്കും. എല്ലാ സമ്മാനം തന്നതിന് നന്ദി പറയാണ്. പ്രൊഫഷണൽ കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടൻസ് ഒരു പടി നീക്കി വെച്ചിട്ടാണ് നമ്മുടെ കൂടെ നിന്ന് കൂടുന്നത്. തീർച്ചയായും നമ്മൾ അവരെ ബഹുമാനിക്കുക തന്നെ വേണം. അങ്ങനെ അവരുടെ സമയം കൂടെ മണിമുഴങ്ങും ഓർമ്മകൾ പെയ്യുന്നു അമ്മ മലയാളമായി നെഞ്ചിൽ നിറയും സൗഹൃദങ്ങളുടെ പടികൾ തുറക്കുന്നു, എന്റെ സ്കൂളിന്റെ മുറ്റം വിളിക്കുന്നു, എന്റെ കൂട്ടുകാരുടെ ചിരി കേൾക്കുന്നു, കാലം പോലും ഇവിടെ നിൽക്കുന്നു. പഴയ ബെഞ്ചിൻ ചൂടും ഓർമ്മയും വെടികളല്ല ഒരു പുഞ്ചിരി മാത്രം, ചെറിയ വഴക്കുകളും വലിയ സ്നേഹവും ഇന്നലെ പോലെ വീണ്ടും വരുന്നു. പിന്നെ വരുമ്പോൾ ഹൃദയം നിറയും, പറയാൻ വാക്കില്ല, കണ്ണ് തിളങ്ങും. ഇന്ന് ഞങ്ങളുടെ ദിവസം, ഇന്ന് ഞങ്ങളുടെ ദിവസം, ഒന്ന് ചേർന്ന് നിൽക്കാം, ഒന്ന് ചേർന്ന് ചിരിക്കാം. ഇന്ന് ഞങ്ങളുടെ ദിവസം, ഇന്ന് ഞങ്ങളുടെ ദിവസം, ചിരിയും കളിയും ഇന്ന് ഞങ്ങളുടെ ദിവസം. പഴയകാലം തിരികെ, പഴയകാലം തിരികെ, കൂട്ടായ്മയുടെ ചൂടിൽ ഇന്ന് ഞങ്ങളുടെ ദിവസം. ടീച്ചർമാരുടെ കൈത്താങ്ങോ, കുട്ടികളുടെ കണ്ണുനിറയുന്നു സന്തോഷം, വിളിച്ചു പറഞ്ഞ പഴയ പേരുകൾ ഇന്നും നെഞ്ചിൽ മൃദുവായി തങ്ങും. ചോദ്യങ്ങളുടെ നടുവിലെ ചെറിയ വിജയവും നമ്മൾ ഒന്നായി പഠിച്ച വഴികൾ ഇന്നും ഒരു വീട് പോലെ നിൽക്കുന്നു. പിന്നെ വരുമ്പോൾ ഹൃദയം നിറയും, പറയാൻ വാക്കില്ല, കണ്ണു തിളങ്ങും. ഇന്ന് ഞങ്ങളുടെ ദിവസം, ഇന്ന് ഞങ്ങളുടെ ദിവസം, ഒന്ന് ചേർന്ന് നിൽക്കാം, ഒന്ന് ചേർന്ന് ചിരിക്കാം. ഇന്ന് ഞങ്ങളുടെ ദിവസം, ഇന്ന് ഞങ്ങളുടെ ദിവസം, ചിരിയും കളിയും ഇന്ന് ഞങ്ങളുടെ ദിവസം. പഴയകാലം തിരികെ, പഴയകാലം തിരികെ, കൂട്ടായ്മയുടെ ചൂടിൽ ഇന്ന് ഞങ്ങളുടെ ദിവസം.
ഇന്ന് ഞങ്ങളുടെ ദിവസം, ഇന്ന് ഞങ്ങളുടെ ദിവസം, ചിരിയും കളിയും. ഇന്ന് ഞങ്ങളുടെ ദിവസം, പഴയകാലം തിരികെ, പഴയകാലം തിരികെ, കൂട്ടായ്മയുടെ ചൂടിൽ. ഇന്ന് ഞങ്ങളുടെ ദിവസം. മതി കമ്പ്യൂട്ടർ വെച്ചല്ലേ. മണിമുഴങ്ങും സ്കൂൾ മുറ്റത്താരും മഴവില്ലഴകുള്ള ഓർമ്മകൾ. അക്ഷരങ്ങൾ തന്മധുരമീണം അമ്മ മലയാളമായി നെഞ്ചിൽ നിറയും. ആദ്യമായി കൈപിടിച്ചക്ഷരം കുറിച്ചൊരു ആദ്യാക്ഷരമുറ്റം മറന്നിടുന്നു. സ്നേഹത്താൽ നമ്മെ വഴി നടത്തും ഗുരുവിന്റെ വാത്സല്യദീപ്തി വന്ദിക്കും. ആ വിശുദ്ധ ബന്ധം ആഴമറിയും. ഉച്ചവെയിലിൽ പങ്കുവെച്ചൊരാ ചോട്ടുപാത്രവും ഇടവേളകളിൽ കുഞ്ഞു ചിരികളും മഴയത്തു കുഴഞ്ഞ കടലാസു തോണിയും ഇന്നും എൻ മനസ്സിൽ തങ്ങി നിൽക്കൂ. ഒന്നിച്ചു നടന്നു തീർത്ത വഴികളിൽ മായാത്ത സൗഹൃദ പൂക്കൾ വിരിഞ്ഞു നിൽക്കൂ. മണിമുഴങ്ങും അമ്മ തന്നെഞ്ചിലെ താരാട്ടുപോലെ ആത്മാവിലലിയുന്ന മധുരമാം മലയാളം. ഗുരുവരുളിയ നന്മകൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ടു പോകുവാൻ വഴി കാട്ടിടും. ഈ മധുര സ്മരണകൾ എന്നും എൻ ജീവനിലെ വെളിച്ചമാകും. അക്ഷരങ്ങൾ തന്നമൃദൂരുമീനം അമ്മ മലയാളമായി നെഞ്ചിൽ നിറയും. മണിമുഴങ്ങും മണിമുഴങ്ങും ഓർമ്മകൾ പെയ്യുന്നു. അമ്മ മലയാളമായി നെഞ്ചിൽ നിറയുന്നു. കംപ്ലീറ്റ്
രാഷ്ട്രത്തിനൊരു മഴവില്ലഴകുള്ള ഓർമ്മകൾ സമ്മാനങ്ങളുടെ ഘോഷയാത്രയാണ് പ്രസീതയുടെ വീട്ടിലേക്ക്. അക്ഷരങ്ങൾ തന്മൃദൂറും നീണം അമ്മ മലയാളമായി നെഞ്ചിൽ നിറയുന്നു. മണിമുഴങ്ങും ആദ്യമായി കൈപിടിച്ചക്ഷരം കുറിച്ചൊരു ആദ്യാക്ഷരമുട്ടം മറന്നേ